ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഞാൻ ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ബേസ് ശരിയില്ലാത്തതുകൊണ്ട് ചെറുപ്പം തൊട്ടേ എനിക്കത് ശരിക്കും എൻ്റെ ഗൈഡൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ചെറുപ്പം തൊട്ടേ അത് ബാലൻസിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം അധ്വാനിക്കുന്നുണ്ട്, പൈസയും കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്കത് കയ്യിൽ നിൽക്കുന്നില്ല. ഒരുപാട് ബാങ്ക് ലോണ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, അതൊക്കെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എടുക്കേണ്ടി വന്നു. നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുക്കേണ്ടി വന്നു. ഞാൻ താല്പര്യത്തോടെ എടുത്തല്ല, സാഹചര്യങ്ങൾ കൊണ്ട് എടുക്കേണ്ടി വന്നു. അപ്പൊ അതൊക്കെ ആയിട്ട് എനിക്ക് ഇൻകം എന്റെ ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഇതിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഒന്നുള്ളത് നമ്മൾ ഏൺ ചെയ്യാനുള്ള കഴിവ് ചിലർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് ഏൺ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ചിലർക്ക് ഏൺ ചെയ്യാനുള്ള കഴിവുണ്ടാവും, പക്ഷെ അതേ സമയത്ത് അത് സേവ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല, അല്ലേ? ചിലർക്ക് ഏൺ ചെയ്യാനുള്ള കഴിവുണ്ടാവും, സേവ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ ഇതിലെല്ലാം വിജയിക്കുന്ന ആൾക്കാർ ഏൺ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പം ഏൺ ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ അവർ സ്വന്തം ഏൺ ചെയ്യണമെന്നില്ല. അവർക്ക് ഇൻകം സ്ട്രീംസ് ഉണ്ടായാൽ മതി, ഒന്നിൽ കൂടുതൽ ഇൻകം സ്ട്രീംസ് ഉണ്ടായാൽ മതി. അവർ നേരിട്ട് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പക്ഷെ അവർക്ക് ഏൺ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്പർ 2, അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയണം എത്രയാണ് അവർക്ക് ഏൺ ചെയ്യണം. അതിനനുസരിച്ച് മാത്രമേ അവർ സ്പെൻഡ് ചെയ്യുള്ളൂ, അല്ലേ? ഒരു ലെറ്റ്സ് ഒരു 1000 റുപ്യ ഒരു വ്യക്തിക്ക് ഒരു മാസം കിട്ടുകയാണെങ്കിൽ അയാൾ 1500 ചെലവാക്കാൻ തീർച്ചയായിട്ടും കടം കൂടി വരല്ലേ, അല്ലേ? അപ്പൊ ആ വ്യക്തിക്ക് അറിയാം ഇത്രേ ചെലവാക്കാൻ പാടുള്ളൂ, കാരണം അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ഇത്രയായിരിക്കും, 1000 ആണെന്ന്, അല്ലേ? പിന്നെ മൂന്നാമത്തെ ആൾക്കാർ അവർ സ്പെൻഡിങ്ങിലും നല്ലതായിരിക്കും, അതായത് നന്നായി സ്പെൻഡ് ചെയ്യും. അവരതിൻ്റെ കാരണം സേവിങ് ഉണ്ടാവില്ല, അതിൻ്റെ കാരണം അവർക്ക് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നാളേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പം നിങ്ങൾ എവിടെയാണ് ഇതിൽ വരുന്നത്? അതായത് നിങ്ങൾ ഇൻകം ഏൺ ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലേ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ട്. അറൗണ്ട് 3000 പൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ബ്രിട്ടീഷ് പൗണ്ട് ആണ് നിങ്ങൾ പറഞ്ഞത്? ബ്രിട്ടീഷ് പൗണ്ട്, അതെ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നിങ്ങൾ UK-ലാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് പറയണ്ടത്? UK-ലാണ് വർക്ക് ചെയ്യുന്നത്? UK-ല് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇത് ഞാനിപ്പോ ഒരുപാട് വർഷമായി ഞാൻ UK-ലായിട്ട്. പക്ഷെ ഞാനതിന് എനിക്കറിയാം സേവ് ചെയ്യാൻ വേണ്ടി ഞാനത് ശ്രമിച്ചിട്ടില്ലായിരുന്നു, അതാണ് പ്രശ്നം വന്നത്. പിന്നെ അപ്പോഴേക്കും എന്റെ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമായിപ്പോയി. കാരണം അത് ഫാമിലിനെ ഞാൻ കൊണ്ടുവന്നു, അപ്പൊ എനിക്ക് ബാക്കിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് പിന്നെ ഡിസ്പ്ലേ പുറകിലോട്ട് പോയി, മൈനസിൽ പോയി, അത് കവർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഒന്ന് സേവ് ചെയ്യാൻ പറ്റില്ല. ഫാമിലി ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ അതേ തന്നെ കണ്ടിന്യൂസ് തന്നെ ഇപ്പൊ നമ്മള് അവരുടെ റിസർവ് റിനിവേഷൻ, അങ്ങനെ നാട്ടിപ്പോക്ക്, ഇതൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ നമുക്ക് ഡെസ്പായി പോകണം. നമ്മൾ ഇത്രയും ജോലി എടുത്ത് കഷ്ടപ്പെട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കി വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നാളെ ഒരു പരിപാടിക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണ്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? വൈഫ് വർക്ക് ചെയ്യുന്നില്ല. വൈഫ് ഇല്ല, ചെറുതായിട്ട് ഇപ്പൊ പോയിട്ടുള്ളൂ. ഇപ്പൊ 3-4 വർഷമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഒരു പാർട്ട് ടൈമിന് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. മക്കള് പോകുന്നുണ്ട്. മക്കൾ അതേ അവസ്ഥയാണ്. മക്കളും പണിയെടുക്കുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ അവർക്കൊന്നും ബാക്കി വരുന്നില്ല. ഈ സംഭവം ഞാൻ മക്കൾക്ക് ഒരാൾക്ക് 22 വയസ്സായി, ഒരാൾക്ക് 19 വയസ്സായി. 22. അപ്പം വലിയ കുട്ടികളല്ലേ? വലിയ കുട്ടികളാണ്. ഓക്കെ, ഞാൻ കണ്ടിടത്തോളം ഞാൻ UK-ലായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ 2000 പേരുണ്ടായിരുന്നു. അപ്പം 2000 പേര്. അപ്പം ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യണം, നമ്പർ 1, എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്പർ 2, ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോൾ വൈഫ് ഉണ്ടാവില്ല, വൈഫ് വീട്ടിൽ വരുമ്പോൾ ഹസ്ബൻഡ് ആവില്ല, റൈറ്റ്? മൂന്നാമത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെ മക്കൾക്ക്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, നമ്മുടെ മക്കളുടെ അവര് 18-ാമത്തെ വയസ്സിൽ തുടങ്ങും അവർ അധ്വാനിക്കല്, അല്ലേ? മിനിമം വേജസ് വെച്ച് കുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മളെ നാട്ടിലെ കുട്ടികൾ ഓക്കെ, അവർ ഈ സമയത്തും അവർ പഠിക്കാനുള്ള കൂടുതൽ ടൈം കൊടുത്ത് അവർ എത്രയോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും.
ശരിക്കും അവിടെ ഞാൻ കണ്ടിടത്തോളം UK പോയി കഴിഞ്ഞാൽ, UK എന്നല്ല, ഞാൻ ഏത് കൺട്രിയിൽ, വെസ്റ്റേൺ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഞാൻ അതൊക്കെയാണ്. മക്കൾക്ക് ചിലപ്പോൾ അവർക്ക് ആ എൻജോയ് ചെയ്യുന്ന സമയം അവർക്ക് കിട്ടുന്നില്ല. അതെ ഇപ്പൊ പറഞ്ഞ പോലെ അവര് എൻജോയ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം അവർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ അവർ സ്വന്തം ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എനിക്ക് എന്നെ കൂടെ നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പൊ അവര് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാനൊരു വെറും താഴെ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നതാണ്. ഇവിടെ വന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു. അങ്ങനെ ഇവിടെ ആയതാണ്. 10-25 വർഷമായി UK പക്ഷെ എനിക്ക് അതിന് മാത്രമല്ല, ഇപ്പൊ എന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഇവിടെ ഉണ്ട്. ഈ മാസം അവര് PR കൊടുക്കണം. PR അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്രിട്ടീഷ് പാസ്പോർട്ടായി, അവര് PR കൊടുക്കണം. അത് PR ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെറ്റിൽ ആവാം എന്നുള്ളൊരു അസറ്റാണ് ഉള്ളത്. വേറെ കുഴപ്പമില്ല. ഇന്ന് സമ്പാദിച്ചാൽ ഇന്ന് ചെലവാക്കും, നാളെ സമ്പാദിച്ചാൽ നാളെ ഒരു ദിവസം ഒരു മാസം ഒരു ആഴ്ച പണിയില്ലാതിരുന്നാൽ ബുദ്ധിമുട്ടില്ലാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കുള്ള ജോബ് കണ്ടിന്യൂസ് ജോബാണ് അല്ലെങ്കിൽ വേജസ്? എനിക്ക് കണ്ടിന്യൂസ് ജോബാണ്. ഞാനൊരു ഷെഫാണ്. അപ്പൊ എനിക്ക് ജോലിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. പൈസ ഉണ്ടാക്കാൻ കുഴപ്പമില്ല. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നിങ്ങൾ അധ്വാനിക്കേണ്ടത്, നിങ്ങൾ ഏൺ ചെയ്യേണ്ടത്, പക്ഷെ ആകെ പ്രശ്നം വരുന്നത് നിങ്ങൾ ചെലവ് കുറച്ച് കൂടുതലാണെന്നല്ലേ? അല്ലേ? ചെലവ് കൂടുതലായത് കാരണം ബാക്കപ്പ് ഭയങ്കര മോശമായത് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് എക്സ്പെൻസീവ് ഉണ്ട്. വിസ റിന്യൂ ചെയ്യണമെങ്കിൽ, അതുപോലെ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളതൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ അത് ലോണൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിലേക്ക് നിങ്ങൾ ഇപ്പൊ വിസ റിന്യൂവൽ RP ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെ മക്കൾ അല്ലെങ്കിൽ വൈഫ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ ഞാൻ എന്റെ ഒരു എക്സ്പെൻസീവ് പറഞ്ഞ ഒരു 2,700 പൗണ്ട് ഒരു മാസം എനിക്ക് ചെലവ് മാത്രമുണ്ട്. 2,700 പൗണ്ട് ചെലവ് മാത്രമുണ്ട്. അപ്പൊ ഈ ചെലവ് പറഞ്ഞ ഈ ബില്ലും കാര്യങ്ങളും എല്ലാം കൂടെ 2,700-800 പൗണ്ട് വരും. മോർഗേജ് ഞാൻ വാടക കൊടുക്കാം, റെന്റ് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഈ 2,700 പൗണ്ട് ഞാൻ മീറ്റ് ചെയ്യണം എന്തായാലും. സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലേ, അതൊന്നും എടുക്കുന്നില്ല. പറഞ്ഞോളൂ. അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങൾ ഈ 2,700 പൗണ്ട് എനിക്കാണ്. പിന്നെ ഞാൻ വണ്ടിയുടെ പെട്രോള് മറ്റുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആണ്. ഞാൻ അവിടെ പോവുകയാണെങ്കിൽ സാധനം വാങ്ങിക്കണം, ഒക്കെ വേറെയാണ്. അപ്പൊ ഇത്രയും പൗണ്ട് എനിക്ക് വേണം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭയങ്കര ടൈറ്റ്, ഓരോ മാസം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഒരു 5-6 മാസം കൂടെ കഴിഞ്ഞ് ഞാൻ കുറച്ച് റിക്കവർ ആവും. പക്ഷെ ഇതാ അടുത്ത മാസം എനിക്ക് പിന്നെ വിസ റിന്യൂ വേണം. ഒരു 13 ലാഖ് അതിന് വേണം. അപ്പൊ അങ്ങനെ ഓരോ പ്രശ്നങ്ങള്. പിന്നെ ഇപ്പൊ ഞാൻ കാണുന്നപ്പോ നിങ്ങൾ ഈ എക്സ്പെൻസ് നിങ്ങൾ പറഞ്ഞത് ശരിക്ക് എക്സ്പെൻസ് വെച്ചാൽ നിങ്ങൾ ആ കുടുംബത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എക്സ്പെൻസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട്, അല്ല നിങ്ങളെ വെറുതെ ഉള്ള അനാവശ്യ ചെലവല്ല. അതൊന്നുമില്ല. ഒന്നുമില്ല, അനാവശ്യ ചെലവില്ല. വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോയതില് ബാക്കി നമ്മൾ റെന്റ്, ഇപ്പൊ ഒരു വണ്ടി ഇല്ലാത്തതിന്, വണ്ടി അത്യാവശ്യം ഫാമിലിക്ക് പോകാൻ വണ്ടി ഒരു വണ്ടി എടുത്തോ, വണ്ടിന്റെ ഒരു അടവുണ്ട്. അതുപോലെ ഞാൻ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി അതുപോലെ വിസ റിന്യൂ ചെയ്തു. അതിന്റെ എക്സ്പെൻസ് 10-25 രൂപ വന്നു, 20 രൂപയോളം വന്നു. അപ്പൊ അതിന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തു. അങ്ങനെ അതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാസം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. സേവ് ചെയ്തപ്പോൾ അടുത്ത് 2 വർഷം കഴിഞ്ഞാൽ ഇത് കുറച്ച് ഒരു സേവ് ചെയ്യാൻ പറ്റും. അത് സേവിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും അവിടെ ഇപ്പൊ നിങ്ങൾ സർവൈവൽ മോഡിലാണുള്ളത്. ഇതിന് സർവൈവൽ അത് 10 കിട്ടിയാൽ 10 ചെലവാക്കാം, നീന്തി മേലെ മാത്രം ഇങ്ങനെ. അതിന് 3 സ്റ്റേജസ് ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയും, അതായത് തകർന്നു പോവാ. 10,000 കിട്ടി 15,000 ചെലവ്, അതിനെ ഞാൻ പറഞ്ഞ ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ബ്രേക്ക് ഈവൻ ഉണ്ട്, 10,000 കിട്ടി 10,000 ചെലവ്. അപ്പൊ അതായത് കടകളൊന്നുമില്ല, അങ്ങനെ ചെലവ് ശ്വാസം കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ബ്രേക്ക് ത്രൂ എന്നുള്ള. ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ 10,000 കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഡബിൾ ചെയ്യാം. നിങ്ങളെ ചെലവ് അതന്നെ 10,000 തന്നെ ഇരിക്കണം, പക്ഷെ നിങ്ങൾ അത് ഡബിൾ ചെയ്യാം. ഇൻകം അല്ലെങ്കിൽ ഇൻകം സ്ട്രീം ഡബിൾ ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് എക്സ്പെൻസ് എന്തായാലും ഉണ്ട്, കാരണം ഫാമിലി ഉള്ള കാരണം നിങ്ങൾക്ക് വാടക കൊടുക്കുന്നുണ്ട്, കാറുണ്ട്, ഫ്യൂലുണ്ട്, മക്കളുണ്ട്. അപ്പോൾ എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു 2,700 ബ്രിട്ടീഷ് പൗണ്ട് സ്റ്റെർലിംഗ് ഉണ്ട് നിങ്ങളുടെ എക്സ്പെൻസ് തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എക്സ്പെൻസ് അതല്ല, ഈ എന്റെ ബിൽസ് ആണ്. ബിൽസ് അത് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് 2,700. ബാക്കിയുള്ള എക്സ്പെൻസ് വേറെ, അത് വേറെ. അപ്പം നിങ്ങൾക്ക് ചുരുങ്ങി നിങ്ങൾ എത്ര സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സേവ് ഒരു 1,000 പൗണ്ട് എങ്കിൽ ഒരു മാസം. 1,000 പൗണ്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സ്പെൻസ് എത്രയാ? ഈ 2,700 കൂടാതെ അതിപ്പോ ഓപ്പറേഷൻ അറൗണ്ട് കുഴപ്പമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ 1,000 പൗണ്ട് വരും. അല്ല, എത്ര? 1,000 പൗണ്ട്. 1,000 പൗണ്ട്. അപ്പൊ നിങ്ങളിപ്പോ 2,700 പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേറെ. അല്ല ഞാൻ ചോദിക്കണം ടോട്ടൽ എത്ര വേണ്ടി വരും ചോദിക്കണം ഒരു മാസം? അറൗണ്ട് 3,500 വേണ്ടി വരും മിനിമം. എക്സ്പെൻസ് മാത്രം 3,500 എക്സ്പെൻസ് വരുന്നുണ്ട്.
നിങ്ങൾക്ക് വരുന്ന റവന്യൂ എത്രയുണ്ട്, ഇൻകം എത്രയുണ്ട്? ഇൻകം എനിക്ക് 3000. 3000. ഈ ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ കാൽക്കുലേഷനാണ്. 3000 ആണ് നിങ്ങൾക്ക് ഇൻകം, നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നത് 3500 ആണ് അല്ലേ? എക്സ്പെൻസ് വരുന്നത് അവിടെ തന്നെ ഒരു -500 വന്ന് നിങ്ങൾ പറഞ്ഞത് വേറെ ഒരു 1000 കൂടെ നിങ്ങൾ സേവ് ചെയ്യണം എന്നുള്ള അല്ലേ? അതെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4500 വന്ന് 4500-ൽ 3500 നിങ്ങൾക്ക് ചിലവ് 1000 നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4500-ലേക്ക് നിങ്ങളെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ചെലവ് എന്തായാലും കുറക്കാൻ പറ്റില്ല, എനിക്കറിയാം. ചെലവ് കുറക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ ചോദിക്കേണ്ട ചോദ്യം നിങ്ങളോട് മാത്രമല്ല, ഇതിൽ ഒരുപാട് പേരുണ്ട് ഇതേപോലെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതൊക്കെ നമുക്ക് ആദ്യം ചെയ്യുന്നത് ഫാമിലിയൊക്കെ കൊണ്ടുവരാൻ മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഫാമിലി അവിടെ ഉണ്ട്, അവരെ ഫാമിലി നിങ്ങളൊപ്പം വേണം, അവർക്ക് അവരെ RP ഒക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരവിടെ നിന്നേ മതിയാവും. അപ്പോൾ ആ എക്സ്പെൻസ് എന്തായാലും വരാൻ പോകണം. 3500 പൗണ്ട് സ്റ്റെർലിംഗ് എന്തായാലും വരാൻ പോകണം. പക്ഷെ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നാളേക്ക് സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കറിയാമല്ലോ അവിടുത്തെ എക്സ്പെൻസ് എന്താണെന്ന് നമുക്കറിയാം ഓരോന്നിനും. അപ്പോൾ ആ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ നിങ്ങളുടെ വരുമാനം, മാസ വരുമാനം 4500 പൗണ്ട് സ്റ്റെർലിംഗ് ആയിരിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതാണ് ചോദ്യം. അതിന് ഞാനിപ്പോ എനിക്കൊണ്ട് ആവുന്ന വിധത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ചെയ്യുന്നില്ല, പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ ഞാൻ 9 to 10 hours വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ചെയ്യല. പിന്നെ വൈഫ് ചിലപ്പോ ജോലിക്ക് പോകുന്നുണ്ട്, വൈഫിനെ ഞാൻ എടുക്കുന്നുണ്ട്. മക്കളും ജോലിക്ക് പോകുന്നുണ്ട്, മക്കളുടെ ഞാൻ ഷെയർ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ അതെല്ലാം ചേർത്തിട്ടാണോ ഈ നിങ്ങൾ ഈ പറഞ്ഞ 3000? അല്ലല്ല, അത് എന്റെ മാത്രം, നിങ്ങളെ മാത്രം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം സ്ട്രീം വെച്ചിട്ട് ഒരു 1500 കൂടെ കൂട്ടാൻ പറ്റാം? എനിക്കിപ്പോ ഞാനിപ്പോ ഇവിടത്തെ സോഴ്സ് വെച്ചിട്ട് നോക്കുമ്പോ, എന്റെ ഇപ്പോഴത്തെ സോഴ്സ് വെച്ച് നോക്കുമ്പോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്താ ചെയ്യുന്നത്. എന്താ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇതാണ്, ഇതില്ലെങ്കിൽ ആ കുടുംബം കുടുങ്ങി പോകുന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ വളരെ നാടൻ ലാംഗ്വേജിൽ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ വരാൻ പോവാണ്. അപ്പൊ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിൽ, ഓക്കെ, എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ, എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിൽ 1500 പൗണ്ട് സ്റ്റെർലിംഗ് കൂടെ എങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും? അത് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ട് വന്നെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കുമല്ലോ അല്ലെ? ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു, നമ്മൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരെ വെള്ളത്തിൽ മുങ്ങി എന്ന് വിചാരിക്കുക. ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പല മാർഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പരിധി ഉണ്ട്, അതാണ് പ്രശ്നം. ഓക്കെ, നാട്ടിലോ അങ്ങനെ നിങ്ങൾ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടോ? ഇല്ലല്ല, നാട്ടിലൊന്നും ഇല്ല. അതാണ് ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് വേണം. ഞാൻ ഒരുപാട് നേരത്തെ ഇത് കെയർലെസ് ആയിട്ട് കളിച്ചു പോയി, അതാണ് സംഭവിച്ചത്. കെയർലെസ് വേറെ അത് നോക്കിയിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു പോയി, പഴയ കഥ അല്ലെ, അതൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഒരു ഇതെടുക്കാം. നിങ്ങളുടെ നാട്ടിൽ ബേസിക് 0 എന്ന് വിചാരിക്കാം, അങ്ങനെ കണക്കൂട്ടാം. നാട്ടിൽ ബേസിക് 0 ആണ്. നിങ്ങൾ ഇപ്പം സർവൈവ് ചെയ്യണം, നിങ്ങൾ ഇനിയുള്ള ഫ്യൂച്ചർ നിങ്ങൾ UK കഴിഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അവിടെ സർവൈവ് ചെയ്യാനുള്ള നിങ്ങൾ സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് നാളെ വന്നു കഴിഞ്ഞാൽ, വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ നിങ്ങളും കുടുങ്ങും, നിങ്ങളെ കുടുംബവും കുടുങ്ങും. ഞാനിപ്പോ ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ റെന്റും കുറച്ച് അടവുകളൊക്കെ ഒന്ന് കുറയും. അപ്പൊ എനിക്കിപ്പോ പറഞ്ഞ പോലെ ഒരു 800 പൗണ്ട് എനിക്ക് ഒരു 5-8 മാസത്തിനുള്ളിൽ സേവ് ചെയ്യാൻ പറ്റും. 800 പൗണ്ട് റിക്കവർ ചെയ്യാൻ എന്റെ ലോണും കാര്യങ്ങളൊക്കെ അടഞ്ഞു തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് അവിടെ നിന്ന് ഫ്രീ ആയി. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താ ചെയ്യാ അതിന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്താ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ടൈമിൽ എങ്ങനെ നിങ്ങൾക്ക് ലിവറേജ് ചെയ്യാൻ പറ്റും? എന്താ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ അറിയുന്ന പണിയാണ് ഷെഫ്. ഞാൻ അതിന്റെ പഴയ വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞ ഒരുപാട് ഷെഫ് നമ്മുടെ നാട്ടിലെ ഷെഫ് UK വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവര് വ്യത്യസ്ത ക്യൂസീൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ വർക്ക് ചെയ്യണം. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, UK വിട്ട് വന്ന ആൾക്കാരുണ്ട്. ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ബിസിനസ് പാർട്ട്ണർ കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 1500 എക്സ്ട്രാ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാം? ഹൗ കൻ യു ഏൺ? അതിനപ്പോ ഞാൻ ബിസിനസ് പാർട്ട്ണറും കൂടെ അതിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് തന്നെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ബിസിനസ് ഇപ്പൊ 1 വർഷം ആയിട്ടുള്ളത്, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കും ഇപ്പൊ അവിടുന്ന് വരാനായിട്ട് ആയിട്ടില്ല. അപ്പൊ വേറെന്താ മാർഗമുള്ള? നിങ്ങൾക്ക് നിങ്ങളെ പേര് എനിക്ക് അറിയണ്ട, പക്ഷെ മിസ്റ്റർ A എന്ന് വിളിക്കട്ടെ. മിസ്റ്റർ A
അവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 പൗണ്ട് സ്റ്റെർലിംഗ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് ഒരു അഡീഷണൽ 1500 പൗണ്ട് സ്റ്റെർലിംഗ് നിങ്ങൾ അഡീഷണൽ ഏൺ ചെയ്യണം. ഏൺ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് നിവൃത്തി. നമ്മൾ ഈ കൺവെർസേഷൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ നന്നായിട്ട് ഏൺ ചെയ്യണമെന്നാണ് പറഞ്ഞത്. കേട്ടോ, നിങ്ങളതാ പറഞ്ഞത്. ഞാൻ നന്നായി ഏൺ ചെയ്യുന്നു, നന്നായി അധ്വാനിക്കുന്ന വ്യക്തി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അതിലൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾ നോക്കണ്ട, അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മക്കളെ നിങ്ങൾ നോക്കണ്ട, അതിന് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഇരുന്നാൽ പോലും എന്നാണോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുക, നിങ്ങൾ ഒരു പില്ലറാണ് അവിടെ ഉള്ളത്. ആ പില്ലർ മേലെ കംപ്ലീറ്റ് ബാലൻസ് ചെയ്യും നിങ്ങൾ. നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ല, മക്കള് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. മക്കൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു സൂട്ടബിൾ ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മക്കളോട്, കാരണം ഒരാൾ 19 ഒരാൾ 22 വയസ്സുള്ള 2 മക്കളാണ് ഉള്ളത്, റൈറ്റ്? ആ മക്കളോട് വൈഫിനോടും നിങ്ങൾക്ക് ഇരുന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് എനിക്ക് പപ്പാക്ക് നിങ്ങൾ എന്താ വിളിക്കുക? ഉപ്പ. ഓക്കെ, ഉപ്പാക്ക് എങ്ങനെയാണ് 1500 കൂടെ അഡീഷണൽ വേണം, എങ്ങനെ ചെയ്യാൻ പറ്റാന്നുള്ളത് നിങ്ങൾക്ക് അവരായിട്ട് ഒരു ബ്രെയിൻ സ്ട്രോം ചെയ്യാൻ പറ്റുമോ? അത് നമുക്കറിയാം, നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ചർച്ച ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേക്കും പുതിയ ഐഡിയാസ് വരില്ല. വരുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ അല്ല, എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പൊ എനിക്ക് വേറൊരു അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം കൂടെ നമ്മുടെ സമയം കളയുമ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ പറ്റുമോ? പറഞ്ഞു, കൂടുതൽ ടൈം എടുക്കാൻ പാടില്ല. ഇല്ല. കാരണം എനിക്ക് ഇപ്പൊ ഞാനൊരു സ്ഥാനത്ത് ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലീഡർ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്ക് കറക്റ്റ് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ പറ്റുന്ന ചോദിച്ചാൽ എനിക്ക് പേടിയാണ്. ഒരു ലീഡർഷിപ്പ് സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവണമെന്നുണ്ടെങ്കിൽ അതിന് 1-2 കാരണങ്ങൾ. നമ്പർ 1, നിങ്ങൾ ഒരു ലീഡർഷിപ്പ് സ്ഥാനത്താണ്. ആ ലീഡർഷിപ്പ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ അതിന് 1-2 കാരണങ്ങളുണ്ട്. നമ്പർ 1 കാരണം നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച്, നിങ്ങൾ എന്താണോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണത് ആ സംഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവില്ല എന്നുള്ള നമ്പർ 1. നമ്പർ 2, ഈ വ്യക്തി നിങ്ങൾ ആരോടാണ് റിപ്പോർട്ട് ചെയ്യണത് ആ വ്യക്തിന്റെ സ്വഭാവം കാരണം നിങ്ങൾക്ക് പേടി ഉണ്ടാവാം. 3-മത്തെ ആണെങ്കിൽ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പേടി വരാം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് അതല്ല, ഇപ്പൊ ഒരാള് അവിടെ ഇപ്പൊ ഒരു 10 പേര് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഞാനൊരു ലീഡറാണ്, വേറൊരു ലീഡറാണ്, 2 പേരുണ്ട്. അപ്പൊ അവിടെ അവിടെ മറ്റേ ലീഡർ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് പ്രതികരിച്ചിട്ട് ഇതല്ല ശരി, ഇതാണ് ശരി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അത് എന്തോ ഒരു ഉള്ളിൽ ഭയം, കാരണം അവൻ എന്നെ അടുത്ത് പടങ്ങോ അല്ലെങ്കിൽ അവർക്ക് അത് വിചാരിക്കും, അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. അതാണ് എന്റെ പ്രശ്നം. അതുപോലെ മലപ്പുറത്തുള്ള ആളുകളാണ് നമ്മുടെ കൂട്ടുകാര്. അപ്പൊ അവരുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തിരിച്ച് മറുപടി വരും. എനിക്ക് അതുപോലെ പറയാറില്ല. അപ്പൊ അങ്ങനെ ഒരു പേടി, ഞാൻ പറയുന്നത് റോങ് ആയി പോകുമോ, അല്ലെങ്കിൽ അവർ പറഞ്ഞത് നമ്മൾ പറയുന്നതിന്റെ 100 എണ്ണം ഉദ്ദേശിച്ചിട്ട് അവർ തിരിച്ചു പറയാം. അതൊക്കെ എനിക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഒരു മറുപടി അങ്ങോട്ട് പറയാൻ പറ്റില്ല, ഞാൻ അവിടെ സ്റ്റക്കായി പോകും. അവര് നല്ല സുഹൃത്തുക്കളാണോ? സുഹൃത്തുക്കളെ നല്ല സുഹൃത്തുക്കളാണ് എന്ന് ജസ്റ്റ് സുഹൃത്തുക്കളാണ്, കുറെ കാലം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കൊരു ഡീപ്ലി ബന്ധമൊന്നും ആരുമായിട്ടില്ല. ഒരാളായിട്ട് ബാക്കി എല്ലാവരും ഇത് സീസണിൽ കണ്ടു കഴിഞ്ഞാൽ ഹായ് പോയി പറയാം, അതോടെ കഴിഞ്ഞു. അവിടുത്തെ നേച്ചറാണ് അത്. അപ്പൊ അത് അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ഡീപ്പായിട്ട് ആരോട്ടും എനിക്കൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അവിടെ അറിയില്ല. പിന്നെ എന്നെ മനസ്സിലാക്കുന്ന 1-2 ആൾക്കാരുണ്ട്, അവർ എന്നെ മനസ്സിലാക്കി പെരുമാറുന്നുണ്ട്. ഞാൻ ആരുമായിട്ടൊരു മോശം നല്ല രീതിയിൽ എല്ലാവർക്കും സ്റ്റാഫിനൊക്കെ എന്നെ ഇഷ്ടമാണ്, എന്റെ ലീഡർഷിപ്പ് ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എന്നോട് വിയോജിപ്പുണ്ട് എല്ലാവർക്കും. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ എല്ലാവരും ബാക്കിയുള്ള വിയോജിപ്പുള്ളത് നിങ്ങളെ സീനിയേഴ്സിനല്ലേ നിങ്ങളോട് വിയോജിപ്പ്? സീനിയേഴ്സ് അല്ല, എന്റെ കൂടെയുള്ള സ്റ്റാഫുകള്, സീനിയേഴ്സിനല്ല. ഞാനാണ് സീനിയർ. പിന്നെ വേറെ ആളും കൂടി ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള എന്റെ സ്റ്റാഫ്, എന്റെ താഴെയുള്ളവരാണ് എല്ലാ സ്റ്റാഫുകളും. അപ്പൊ ഞാന് മറ്റേ ആള് എന്നെ പോലെ തന്നെ വേർത്തുണ്ട്. അവൻ എന്തെങ്കിലും അവിടെ ഇടപെടുമ്പോ അത് ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെയാണ് അവനെ തിരുത്തി പറയുക, അല്ലെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ടൊരു മറുപടി പറയാ, ഇല്ല ഇതിങ്ങനെ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറയാൻ ആ ഒരു വിമുഖത ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്പർ 1, നിങ്ങളൊരു ലീഡർഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പറയേണ്ട സ്ഥലത്ത് പറഞ്ഞേ മതിയാവും, പറയേണ്ട കാര്യം പറഞ്ഞേ മതിയാവും. അതന്നെ ഈ പ്രശ്നത്തിൽ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ സമയത്തിന് പറയണമെന്ന് എന്നെ ക്ലോസ് ആയിട്ട് അറിയണ ചങ്ങാതി ഇനി ചീത്ത പറയാത്തൊരു ചീത്തയില്ല, അത്രയ്ക്ക് മോശമായിട്ട് ചീത്ത പറയാം. നിങ്ങളൊരു ആണാണോ മറ്റേതാണോ മറിച്ചാണോ ഒരുപാട്. അപ്പൊ എനിക്കത് ആ സമയത്ത് വരുന്നില്ല. ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം അവിടെയുള്ള ആളുകൾക്ക്, മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ഉരുളിക്ക് ഉപ്പേര് പറയേണ്ട മുമ്പ് വായന്ന് വീടുണ്ടാവില്ല, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും.
മലപ്പുറത്താരെ കേൾക്കൂട്ടോ ഈ വീഡിയോ. അത് കൂടാതെ ഞാൻ അത് കുഴപ്പമില്ല. അവര് ഞാൻ മലപ്പുറത്തെ ആൾക്കാരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരൊക്കെ നല്ല ഞാൻ പാലക്കാട്ടുകാരനാണ്. ഞാനിപ്പോ അപ്പൊ നല്ല എനിക്ക് ഇത് ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരുപാട് കറങ്ങാൻ പറ്റും. ഞാൻ ഒരു ചെറുപ്പത്തിൽ തന്നെ നാട് വിട്ടു. അവര് നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ? കുഴപ്പമില്ല, അതിലൊന്നും കുഴപ്പമില്ല. ഈ ഒരു കാര്യത്തില് പിന്നെ പറഞ്ഞതിന് എന്താണ് ഈ കുഴപ്പമുള്ളത്? പറഞ്ഞിട്ട് പിണങ്ങി പോവാണെങ്കിൽ, ഒരാള് പിണങ്ങി പോവാണെങ്കിൽ നിങ്ങളുടെ ടീമിലെ മെമ്പർ അല്ലാതെ പിണങ്ങി പോണല്ല, അവർ ടീമിന് എല്ലാവരും ബാധിക്കുന്ന കാര്യം ഞാൻ അതവിടെ പറഞ്ഞാൽ അവിടെ സോൾവ് ആവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അവിടെ പ്രതികരിക്കാത്ത കൊണ്ട് അതവിടെ വീണ്ടും ഇഷ്യൂ ആയി കിടക്കുകയാണ്. അപ്പൊ നമ്മളത് മാറ്റണ്ടേ? അത് മാറ്റണം തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ മക്കളാണ് അത് ചെയ്യണമെന്ന് വെച്ചാൽ മക്കളോട് നിങ്ങൾ പറയും. ഞാൻ വേറെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കുഴപ്പമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഫിനാൻസ് കുഴപ്പം തുടങ്ങിയിട്ട് പിന്നെ രണ്ടാമത്തെ ഈ കുഴപ്പത്തിലേക്ക് നമ്മൾ ടൈം കൂടുതലാവും. അപ്പൊ നമ്മൾ ഒന്ന് അറിയേണ്ടത്, നിങ്ങളെ മക്കൾ അത് തെറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയും. അതെന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾ അവരോട് എനിക്ക് സ്വാതന്ത്ര്യമുള്ളത്. ഓക്കെ, അതേ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇവിടെ ഇല്ല, നിങ്ങൾക്ക് തന്നിട്ടില്ല, നിങ്ങളെ ബോസ് തന്നിട്ടില്ല, നിങ്ങളല്ലേ സീനിയർ. സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷെ അവര് പറയണ മറുപടിക്ക് എനിക്ക് മറുപടി പറയണ്ടാവില്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. അത് ചിലവർക്ക് എടുക്കാൻ പറ്റും, ചിലവർക്ക് എടുക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ചിലവർക്ക് അത് എടുക്കാൻ പറ്റും, ചിലവർക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആവണ്ടേ ഒരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ? ഞാൻ സ്ട്രോങ് ആവണം, എനിക്കത് ആവണം. പക്ഷെ കറക്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് പറയേണ്ടതെന്നുള്ള അറിയോ? പറയാത്തത് വേറെ കാര്യം, അറിയോ? അത് കിട്ടൂല, ആ സമയത്ത് കിട്ടൂല. അതിനിപ്പോ എന്താ ഞാൻ ചെയ്യാം? ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾക്ക് ഒരു ഇതുണ്ട്, റിസോഴ്സ്ഫുൾ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയല്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്നും അറിയാം, അറിവുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ റിസോഴ്സ്ഫുൾനെസ് ഇല്ല എന്ന് പറയല്. ചിലർക്ക് അങ്ങനത്തെ ഇതുണ്ട്, ചിലർക്ക് എല്ലാം ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് പറയാൻ പറ്റില്ല. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മുമ്പോട്ട് വന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഞാൻ മുൻപോട്ട് വന്നാൽ എങ്ങനെയാ മാറ്റിയെടുക്കാൻ പറ്റുക? നിങ്ങൾ മാറ്റിയെടുക്കാൻ സംസാരിച്ചാൽ മതിയാവും. അടുത്ത പ്രാവശ്യം അത് സംഭവിക്കുമ്പോൾ അത് സംസാരിച്ചാൽ മതിയാവും. അപ്പൊ എനിക്ക് ഉള്ളിൽ ഒരു ഭയങ്കര പ്രഷർ നടക്കും. ആ പ്രഷറിൽ ചിലപ്പം അത് പൊട്ടിപ്പോവാണെങ്കിൽ പിന്നെ അവർ തിരിച്ചു വരില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അവർ നിങ്ങളൊരു ടീം പ്ലെയർ അല്ല. ചിലപ്പോൾ വരുന്ന അടുത്ത ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ അതിന് നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കാം. അത് ഈ പറഞ്ഞ പോലെ ഞാൻ എനിക്കറിയില്ല, സാർ പറയും. കാരണം ഒന്നുമില്ല, വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞല്ലേ, കാരണം ഇത് ഞാൻ അഡ്വൈസ് ചെയ്യാൻ ഇരിക്കല്ല, ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മക്കൾ ചെയ്ത പറയുന്ന കേസാണെങ്കിൽ ഇവിടെ അതേപോലെ പറഞ്ഞു തരും, അല്ലെങ്കിൽ നിങ്ങൾ ആ ലീഡർ സ്ഥാനം മാറ്റേണ്ടി വരും. ഇപ്പൊ ഇവിടെ ശരിക്കും നിങ്ങൾ ലീഡർ എന്നുള്ള പദം നിങ്ങൾക്കുണ്ട്, പക്ഷെ ലീഡർ മറ്റൊരാ. അതാണ് മനസ്സിലാവണ്ടേ? കാരണം ലീഡർഷിപ്പ് ഇത് മനസ്സിലാക്കണം. ലീഡർ എന്നൊരു പദമല്ല. നമ്മൾ CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈറ്റിലാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. മറ്റേ ഇൻഫ്ലുവൻസിങ് ആണ് ലീഡർഷിപ്പ്. നിങ്ങൾക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു ടൈറ്റിൽ, നിങ്ങൾക്ക് ലീഡർ എന്ന ടൈറ്റിൽ തന്നിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ ലീഡർ അല്ല. അപ്പൊ ഞാൻ ചോദിക്കണം നിങ്ങളോട്, നിങ്ങൾക്ക് ലീഡർ ആവാൻ ആഗ്രഹം ഉണ്ടോ, അല്ലെങ്കിൽ വെറുതെ ടൈറ്റിൽ മാത്രം കിട്ടിയാൽ മതിയോ? ആവണമെന്ന് സംസാരിക്കണ്ടേ? അത് നിങ്ങൾ ആ കമ്പനിക്ക് വേണ്ടി സംസാരിക്കണ്ടേ? നിങ്ങളെ കസ്റ്റമറിന് വേണ്ടി സംസാരിക്കണ്ടേ? ടീം മെമ്പേഴ്സിന് വേണ്ടി സംസാരിക്കണ്ടേ? ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ഹെൽത്തും സേഫ്റ്റിക്ക് വേണ്ടി സംസാരിക്കണ്ടേ? നിങ്ങൾ അപ്പൊ സംസാരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നിങ്ങൾ ലീഡർ അല്ല. നിങ്ങൾ വെറുതെ ഒരു പേരിന് ആരോ തന്നിട്ടുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷൻ മാത്രമല്ല, നിങ്ങൾ ലീഡർ അല്ല. ഞാൻ നിങ്ങൾ താത്തി പറയല്ല, ഞാൻ നിങ്ങൾ താത്തി. ഓക്കെ, അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എനിക്ക് ചെയ്യാൻ പറ്റും. ഉറപ്പാണോ? ഉറപ്പല്ല, ഞാൻ ചെയ്യാനല്ല, ചെയ്യാൻ പറ്റില്ലല്ലോ. ഉറപ്പാണ്. എല്ലാം നിങ്ങൾ നിവർത്തിയില്ല. അത് ചെയ്യോ? അത് ചെയ്യാം. ഓക്കെ, 0 to 10 എത്ര ഉറപ്പ് നിങ്ങൾ ചെയ്യുന്നുള്ളത്? ഞാൻ 100 അല്ല, 0 to 10 10 ചെയ്യേണ്ടി വരും. ചെയ്തേ മതിയാവും. ചെയ്യാൻ മതി. അതെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെയും പ്രൊമോഷൻ ഉണ്ടാവുള്ളൂ, അവിടെ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നിങ്ങൾക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരൊക്കെ നിങ്ങളുടെ ആണാണോന്ന് ചോദിക്കും. അത് കേട്ട് നിങ്ങളെ മക്കളെ മുമ്പിൽ വെച്ചാൽ അത് ചോദിക്കാണ് നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടോ? ചില സമയത്ത് എനിക്ക് ഈ പ്രശ്നം വീട്ടിലും നടക്കലുണ്ട്. മക്കള് ചിലപ്പോൾ തെറ്റ് ചെയ്യുമ്പോ അവരുടെ അടുത്ത് എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റില്ല ചില സമയത്ത്, ചില സാഹചര്യങ്ങൾ കൊണ്ട്. കാരണം അത് എന്നെ കൊണ്ട് വന്ന മിസ്റ്റേക്കാണ്. ഞാനിപ്പോ എന്നെ കൊണ്ട് അവർക്ക് കിട്ടാതെ വന്നതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പൂർണ്ണമായിട്ട് 100% ഇടപെടാൻ പറ്റുന്നില്ല. അതിൽ സെൽഫ് ബ്ലെയിമിംഗ് എന്ന് പറയില്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യാണ്. അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. ഓക്കെ, അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. നിങ്ങൾ വളർന്ന സാഹചര്യമല്ലേ നിങ്ങൾ മക്കൾ വളരുന്നത്, ശരിയല്ലേ?
അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. നിങ്ങൾ പണ്ടത്തെ ചിന്തകൾ കുറേ ഉണ്ട്, അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. പേടി മാറ്റുക. സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സ്ഥലത്ത് സംസാരിക്കുക. ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ റെസ്പെക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ റെസ്പെക്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളെ കമ്പനി പോട്ടെ, നിങ്ങളെ സ്റ്റാഫ് പോട്ടെ, നിങ്ങളെ ടീം പോട്ടെ, നിങ്ങളെ മക്കളെത്തുമ്പോൾ പോലും നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടൂല. മക്കളായിട്ട് പറയുമ്പോൾ ഞാൻ ഭയങ്കര പെട്ടെന്ന് വയലന്റ് ആവും, അത് പ്രശ്നമല്ലേ? വയലന്റ് ആവാത്തതന്നെ സംസാരിച്ചോടെ. നിങ്ങൾ വയലന്റ് ആവേണ്ട ആവശ്യം എന്താ? അതെനിക്കറിയാം, പ്രഷർ കയറി വരിക. അതൊക്കെ നിങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയും, പ്രഷർ കയറി വരാന്ന് വെച്ചാൽ. വയലന്റ് നിങ്ങൾക്ക് അങ്ങനെ തോന്നും, വയലന്റ് ആവാൻ തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് ചെയ്യുക, ഒന്ന് ബാക്കപ്പ് ആയിട്ട് ചെയ്ത് പിന്നെ പോയി സംസാരിക്കുക. അപ്പം തന്നെ ചെയ്യണമെന്നില്ല, റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റെസ്പോണ്ട് ചെയ്യുക. ചെയ്തൂടെ? ഇപ്പൊ ഞാനൊക്കെ എത്ര പോലെ ആൾക്കാർ ഇത് ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്കും ദേഷ്യം വരും, എല്ലാവർക്കും ഉള്ളതാണ് ദേഷ്യം എന്നുള്ളത്. പക്ഷെ ദേഷ്യം പുറത്ത് കാണിക്കേണ്ടതല്ല, അത് ചില സമയത്ത് നമ്മൾ അത് അടക്കി പിടിച്ചിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. ചെയ്യാൻ പറ്റും. പറ്റും. ഞാൻ എന്റെ ഈ പറഞ്ഞ പോലെ എന്റെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടാത്ത, ഞാൻ കൊടുക്കേണ്ടത് പോലെ കൊടുക്കാത്തത് കൊണ്ട് ആ മിസ്റ്റേക്ക് പറ്റിയതാണ്. നിങ്ങൾ ഇതാണ് സെൽഫ് ബ്ലെയിമിംഗ് ആണ്. അത് അങ്ങനെയല്ലേ? അത് വേണ്ട, അത് ഒഴിവാക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എത്രയോ സാധനം എന്റെ ഫാദറിന് തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. മനസ്സിലായി? അതൊക്കെ മറന്നു. അത് അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ കൊടുക്കാൻ പറ്റുണ്ടോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഇതില്ല, ഞാൻ ആ ഒരു നിങ്ങളെ മാക്സിമം നിങ്ങൾ കൊടുക്കാൻ പറ്റുണ്ടോ? മാക്സിമം പറ്റുന്നുണ്ട്. അത് മതി. അവർക്ക് അറിയണം സത്യാവസ്ഥ എന്താ. നിങ്ങൾ അവരെ ഉപ്പാക്ക് ഇത്ര കൊടുക്കാൻ പറ്റുമെന്നുള്ള സത്യാവസ്ഥ അവർക്ക് അറിയണം. അതനുസരിച്ച് നിങ്ങൾ കൊടുക്കണുണ്ട്. അതിൽ ഹാപ്പിയാണോ നിങ്ങൾ? അത് എനിക്ക് എന്നെ കൊണ്ടാവണത്തില്ല, മാക്സിമം ഞാൻ ഒരു കളവില്ലാണ്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഹാപ്പിയാണോ നിങ്ങൾ? അത്രേ ഉള്ളൂ. ഓക്കെ, അത് മതി. അപ്പം ബാക്കിയുള്ള പഴയ കുറ്റബോധങ്ങളൊന്നും കൊണ്ടുവരാൻ നിൽക്കണ്ട. അവിടെയാണ് പേടി വരില്ല. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് സംസാരിക്കാൻ പറ്റുമോ? മക്കളോടായാലും പേടിയില്ലാണ്ട് സംസാരിക്കാം. അവരെന്ത് വിചാരിക്കുന്നുള്ള സംസാരിക്കണം. അതെ, അവരെന്ത് വിചാരിക്കുന്നു നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു കീപ് ഓൺ തിങ്കിങ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് അബൌട്ട് യു, ദെൻ യു വിൽ നോട്ട് ഡു ദ തിങ് ദാറ്റ് യു ആർ സപ്പോസ്ഡ് ടു ഡു എന്നാ പറയില്ല. ആരെങ്കിലും നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ഉള്ള രീതിയിൽ നിങ്ങൾ അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അതെ. അപ്പൊ അത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എടുത്തോ നിങ്ങൾ. നമ്പർ 1, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം. എക്സാക്ട്ലി. നമ്പർ 2, നമ്മൾ ഇതിന്റെ ഇൻകമിന്റെ കാര്യത്തിൽ നിങ്ങളെ ഫാമിലിയുടെ ഒപ്പം നിങ്ങൾക്ക് ഇരിക്കാനും സംസാരിക്കാൻ പറ്റും. 1,500 pounds sterling എക്സ്ട്രാ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള അവരോട് ചോദിക്കാൻ പറ്റും. പറ്റും. ഉറപ്പാണോ? പറ്റും. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. പറ്റും. പക്ഷെ അത് ഡിസ്കഷൻ ചെയ്ത വാട്ട് യു ഹാവ് ബീൻ ഡൂയിങ് ടിൽ നൗ, ഇഫ് യു കീപ് ഓൺ ഡൂയിങ് ദാറ്റ് യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്യുന്നത് അതല്ല, ഞാൻ ഇന്നിപ്പോൾ നിങ്ങളെ ചാലഞ്ചാണ് ചെയ്യണത്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചാലഞ്ച് ചെയ്യണം. അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് കിട്ടേണ്ട മാത്രം ഇരുന്നാൽ എന്താണ് ഇതുവരെ കിട്ടിയത് അത് മാത്രം കിട്ടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാലഞ്ച് ചെയ്യാണ്. സിറ്റ് വിത്ത് ദം ആൻഡ് ആസ്ക് ദം വാട്ട് ഇസ് ദാറ്റ് യു ക്യാൻ ഡു. എങ്ങനെയാണ് ആ കോൺട്രിബ്യൂഷൻ വലുതാക്കാൻ പറ്റുക എങ്കിൽ നാളെ അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ. സ്റ്റഡീസ് നിർത്തിയ മക്കള് അല്ലെങ്കിൽ ഇപ്പോഴും പഠിക്കണ്ടോ? യൂണിവേഴ്സിറ്റി ഈ വർഷം സെപ്റ്റംബറിൽ. ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? അവന് ഇത് വന്നിട്ടുള്ളൂ, ഓഫർ ലെറ്റർ വന്നിട്ടുള്ളൂ. എവിടുന്ന്? അവിടുന്ന് ഒന്ന് ലിങ്കൻഷെയറിന്ന് വന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് നോട്ടിംഗ്ഹാമിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ. അപ്പം അവരെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടി നമുക്ക് കൂടുതൽ എക്സ്ട്രാ ഒരു 1,500 pounds കൂടെ ഉണ്ടാക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും അവരൊരു ബ്രെയിൻ സ്ട്രോം ചെയ്ത് നോക്കാം. ചിലപ്പോൾ അവർ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. വാട്ട് എവർ ഇറ്റ് ഇസ്. ഇനി അത് പറഞ്ഞില്ല, അത് എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് എങ്ങനെ എക്സ്ട്രാ ഏർണിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ, യു ആസ്ക് ഹെർ. അതില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിൾ. കാരണം നിങ്ങൾ നന്നായി അധ്വാനിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ എക്സ്പെൻസ് അത്രയ്ക്ക് ഉണ്ട്. അത് എക്സ്പെൻസ് ജെന്യൂൻ എക്സ്പെൻസ് ആണ് കേട്ടോ. അത് നിങ്ങളോട് എനിക്ക് റെസ്പെക്ട് ഉണ്ട്. കാരണം ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അത് ഞാനാണെങ്കിൽ പോലും എനിക്കത് വരും. ഞാൻ എക്സ്ട്രാ ഞാൻ എന്റേതായിട്ട് ഒരു പറഞ്ഞ പോലെ ഈ പണ്ടത്തെ ജീവിതമാണ് ജീവിക്കുന്നത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, ഉപയോഗിക്കുക, അങ്ങനെ. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അല്ല, എനിക്കറിയാം. കാരണം നിങ്ങൾ ഈ പറഞ്ഞ 3,500 വെച്ചാൽ സാധാരണ ചെലവാണിത്. 3,500 ഞാനാണെങ്കിൽ പോലും എനിക്ക് അതിനേക്കാൾ കൂടുതൽ വരും. പിന്നെ സാർ ഒരു ചോദ്യം കൂടി ചോദിച്ചു. മറ്റേ എന്റെ മൂത്ത മോന്, അവന് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, മറ്റേ കോളേജ് കഴിഞ്ഞു. അവന് യൂണിവേഴ്സിറ്റി പോകുന്നില്ല, പഠിച്ചിട്ട് കാര്യമില്ല, ഇതിന് ബിസിനസ് ചെയ്യാനാണ്, അതാണ് വളർച്ച ഉണ്ടാവുള്ളൂ. അവന് ബിസിനസിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അത് ശരിയാണ്? പഠിക്കണോ? എന്താണ് അതിന്റെ ഒരു? അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. വിദ്യാഭ്യാസം നിർബന്ധം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് തോന്നില്ല വിദ്യാഭ്യാസം നിർബന്ധമാണ്? വിദ്യാഭ്യാസം എനിക്ക് അത്യാവശ്യമാണ്. ഓക്കെ, വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. ഹൗവർ ഇന്ന് നിങ്ങൾക്കൊരു ബിസിനസ് രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ ഞാൻ അതിന് 100-100 കൊടുക്കും.
ഓക്കെ നല്ല ഐഡിയ ഉണ്ട്. കുട്ടി നല്ല പ്രോ ആക്റ്റീവ് ആണ്. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് കടക്കണം. ഏറ്റവും നല്ലത് കുറച്ച് റിസ്കി ആണ്, പക്ഷെ റിസ്കിൻ്റെ അതിൻ്റെതായ പോസിറ്റീവ് ഇമ്പാക്റ്റും കിട്ടും. കാരണം ഇന്ന് ലോകം മാറ്റുന്നത് ബിസിനസ്മാൻമാരാണ്. ശരിയല്ലേ? എന്തുണ്ടായാലും നമ്മളൊരു ദുരന്തം ഉണ്ടായാലും എന്തുണ്ടായാലും ബിസിനസ്മാനാണ്. അപ്പം ഞാനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. അത് വിചാരിച്ചിട്ട് പ്രൊഫഷണൽ സപ്പോർട്ട് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. പ്രൊഫഷണൽസും വേണം, അതേ സമയത്ത് ബിസിനസ് ഓണേഴ്സും വേണം, രണ്ടും വേണം. നാലേ നമ്മളെ എക്കോണമി നടന്നു പോവുള്ളൂ, അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ ചിലർ പറയും ഇതൊക്കെ വിട്ടിട്ട് ബിസിനസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനോട് ഞാൻ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ബിസിനസ്സും വേണം, നമ്മൾ പ്രൊഫഷണൽസ് വേണം. എല്ലാ പ്രൊഫഷനും നമ്മൾ റെസ്പെക്ട് ചെയ്തേ മതിയാവും, എല്ലാ ബിസിനസ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്തേ മതിയാവും. അപ്പം എല്ലാം ഡിപ്പെൻഡ് ചെയ്യണം ആ കുട്ടീൻ്റെ ഇതിനനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച്. ആ കുട്ടിക്ക് അതാണ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടീനെ അതിലേക്ക് വിടാം. പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പഠിക്കാൻ വിടണ്ട, നിങ്ങൾ അതിലേക്ക് വിടാം. പക്ഷെ ബേസിക് നോളജ് എല്ലാത്തിനും, ബേസിക് എഡ്യൂക്കേഷൻ, നോളജ് അല്ല, ബേസിക് എഡ്യൂക്കേഷൻ വേണം എന്തായാലും. ബേസിക് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ കോളേജ്, ഇവിടുത്തെ കോളേജ് ഡിഗ്രി കഴിഞ്ഞു, ഡിപ്ലോമ കഴിഞ്ഞു, അതാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അവന് യൂണിവേഴ്സിറ്റി പോയാൽ 2-3 വർഷം വേസ്റ്റ് ആവും എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോ ബിസിനസിന്റെ കോഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലതാണ്. ബിസിനസ് കോഴ്സ് എടുത്ത് പഠിക്കാൻ വളരെ നല്ലതാണ്. അപ്പൊ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഉള്ളൂ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മൾ ഈ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിയോ? ക്ലാരിറ്റി കിട്ടി. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻകം എക്സ്ട്രാ വേണം, ഒന്ന് എന്തായാലും ഉണ്ടാക്കണം. പിന്നെ ഇത് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ തന്നെ വേണം, അതിലൊരു എക്സ്ക്യൂസും ഇല്ല. ഗുഡ്, താങ്ക് യു വെരി മച്ച്. ഹാപ്പി ആണോ? അറ്റ്ലീസ്റ്റ് ഹാപ്പിയാണ്. ഇത് ഞാനീ പറഞ്ഞ പോലെ ഇതൊക്കെ ഞാൻ നമ്മളെ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഞാൻ ഒരാളുടെ അടുത്ത്, നിങ്ങളെ പോലെയുള്ള ആളുകളുടെ അടുത്ത് അറിവ്, മറ്റേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് കിട്ടുമ്പോൾ അത് ഒന്നുകൂടെ ഫലപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഇത് കോഴ്സിൽ ക്ലാസ്സിൽ ഇരുന്നത്. Thank you very much. Thanks a lot. I wish you all the best. Thank you very much. Thank you. Thanks a lot.